ഷോപ്പായി തുടങ്ങുമ്പോൾ ഇതിനെ നാട്ടുകാരനായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം ഇതിനകത്തുണ്ടാകണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇതിന് ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ രമേശ് കുമാറാണ്. അവസരത്തിൽ തന്നെ വാർഡിൻ്റെ മെമ്പർമാരുണ്ട്, മെമ്പറുണ്ട്, എല്ലാ വിശിഷ്ട അതിഥികളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ 2 വാർഡ് സംസാരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ആദരണീയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചു. ഇപ്പോൾ എല്ലാവരെയും ക്ഷണിച്ച് സ്വാഗതം പറഞ്ഞ ശ്രീ ശശിധരൻ നായർ, ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഉഷ കെ സാം, ഈ വാർഡിലെ താമസക്കാരിയും തൊട്ടടുത്ത വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ടുള്ള അജിത ശശിധരൻ നായർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീ എൻ മോഹൻ അളത്താം, തൊട്ടടുത്ത പ്രദേശത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ശ്രീകുമാർ അടക്കമുള്ള ഒരുപാട് ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ആയുർവേദം ഇവിടെ ഹരിപ്പിള്ള പറഞ്ഞ പോലെ പുരാതന കാലം മുതലേയുള്ള വൈദ്യശാസ്ത്ര രംഗമാണ്. തീർച്ചയായിട്ടും മറ്റ് അലോപ്പതിയിൽ പരിഹരിക്കപ്പെടാൻ വയ്യാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിൽ പരിഹരിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ തൊട്ട് അടുത്ത പ്രദേശത്ത് ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മറ്റുള്ള സംവിധാനങ്ങളോ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ തന്നെ അത് എളുപ്പക്കുളത്താണ്. ഈ പ്രദേശത്തെ ആളുകൾക്ക് വളരെ ഗുണകരമാകുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അത് നല്ലൊരു പേര് തന്നെയാണ് ഇട്ടേക്കുന്നത്. മാതാവിൻ്റെ പേരിലാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായവും പിന്തുണയും എല്ലാം ഉണ്ടായി സ്ഥാപനത്തെ നമുക്ക് നമ്മുടെ ജനതയ്ക്ക് ആശ്വാസകരമായ ഒന്നാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ അതിനെ ആക്കി തീർക്കാൻ നല്ല പ്രചരണവും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമായി മാറാൻ പല ചികിത്സകളും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിളക്കൂടെ പറ്റില്ല. വിളക്കോ കത്തിക്കുമോ? പിന്നെ നാമം ചെല്ലുമല്ലോ. പിന്നെ ബൈബിള് മാത്രമേ അല്ല, ക്രിസ്ത്യാനി നിലവിളക്ക് എത്തിക്കുന്നു. അതോടെ കൂടെ നിൽക്കുന്നു. പിടിച്ചോ? മടയെല്ലാം കിട്ടി നമ്മള് എന്തൊക്കെയാണ് ഏതെങ്കിലും സമുദായം